നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനം ഉള്ളൊരു സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കാനും നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇഷ്ടമില്ലായ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് ചർച്ചയായി. അതായത് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് എന്താ പറയണ്ടേ, വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും ഇല്ല കേട്ടോ, ഓരോ ആൾക്കാരുടെ അഭിപ്രായമാണ് ഓരോന്ന്. അത് അവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കലൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിനൊന്നും ഞാനെതിരല്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഞാൻ വന്നത്. പക്ഷേ എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു ടീച്ചറായിരുന്നു. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഫുള്ളി ഹോം മേക്കറായത് എനിക്ക് കുറച്ചും കൂടി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ, എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഒരു 11 മാസമായപ്പോൾ ഞാൻ ജോബിൽ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്തു. കാരണം ആദ്യത്തെ കുട്ടീനെ പ്രോപ്പറായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ എനിക്കുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുള്ളി എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഫുൾ ടൈം അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കുക്കിങ്ങാണ് ഏറ്റവും ഇഷ്ടം. അല്ലാതെ ബാക്കി ക്ലീനിങ്ങും അതുപോലെ തുണി മടക്കൽ, തുണി കഴുകൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊരു വീട്ടിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ ക്ലീനിങ് ചേട്ടനും കുക്കിംഗ് ഞാനുമാണ് മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലീനിങ്ങിൽ തന്നെ പാത്രം കഴുകൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വെറുത്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു ഡിഷ് വാഷർ വാങ്ങിച്ചത്. ഈ ഡിഷ് വാഷർ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ, ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. നമ്മൾ വാങ്ങിച്ചത് 39,000 രൂപയ്ക്കാണ്. ഈ ഡിഷ് വാഷറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും മോഡൽ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോഴാണ് ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. നമുക്ക് ഒരാൾക്ക് ഈ പാത്രം കഴുകാൻ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരുപാട് പേര് അവരവരുടെ ഒരു കൾച്ചറാണ് അവരുടെ കമൻസിൽ കൂടെ സൂചിപ്പിക്കുന്നത്. ഇന്ന കാര്യങ്ങൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ നീ അത് തന്നെ വാങ്ങിക്കുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കൂടുതലും കുട്ടികൾക്ക് നിറച്ച് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ബേക്കറി ഐറ്റംസ് ഒന്നും അധികം ഞാൻ വാങ്ങിക്കാറില്ല. എനിക്കൊരു ചെറിയൊരു സാരി പേജ് ഉണ്ട്, എനിക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വീട്ടിലെ കാര്യങ്ങളും എനിക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആവശ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞാനൊരു എന്താ പറയണ്ടേ, വേറൊരു ഓപ്ഷൻ കണ്ടുപിടിച്ചെന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഈ കഥയുടെ ഇടയിൽ കൂടെ നിങ്ങൾ എൻ്റെ ഡിഷ് വാഷറിൽ ഞാൻ പാത്രങ്ങൾ എങ്ങനെയാണ് വെച്ചത്, അത് എത്രമാത്രം ക്ലീനായി, ചായപാത്രം ക്ലീനായോ, ചായപാത്രത്തിൻ്റെ കറ പോയോ എന്നുള്ള കുറേ ഡൗട്ടുകൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് റിൻസ് ചെയ്തിട്ടല്ല വെക്കുന്നത്. ഫുഡ് വേസ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നേരെ അതിലോട്ട് വെക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അത് വെക്കും, ഉച്ചക്കത്തത് കഴിയുമ്പോൾ അങ്ങനെ. അല്ലാതെ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് കൊണ്ടുവന്ന് അടുക്കി വെക്കുമൊന്നുമല്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഞാൻ ഡിഷ് വാഷറിൽ കൊണ്ടുവന്ന് വെക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് സന്തോഷമാണ് എനിക്ക് വർക്ക് ലോഡ് കുറഞ്ഞ പോലെ. ഇപ്പോൾ പാത്രം കഴുകലിന് വേണ്ടി എനിക്ക് അപ്പോൾ കഴുകി വെക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. എൻ്റെ ചെറിയ കുട്ടിക്ക് 1.5 വയസ്സായിട്ടുള്ള, മൂത്ത ആൾക്ക് 5 വയസ്സ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇവരുടെ കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. എനിക്ക് അവരുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നാലും ഓടിപ്പോയി അടുക്കളയിൽ പോയി ചേട്ടൻ കുട്ടികളെ നോക്കുമ്പോഴത്തേക്കും പണിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. പകരം ഞങ്ങൾ 4 പേരുടെ കുറേ നേരം ഇരിക്കുന്നു, കഥ പറയുന്ന പുറത്തെവിടെയെങ്കിലും പോകുന്നു, കുട്ടികളുടെ ഹോംവർക്ക് ചെയ്യാൻ കൂടിയിരിക്കുന്നു, അതൊക്കെ എനിക്കിഷ്ടം. പിന്നെ ഒരു വീട്ടിലെ എല്ലാ പണികളും ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്ന അമ്മമാരുണ്ടാവും. ഞാൻ പക്ഷെ അത്ര സ്മാർട്ടൊന്നും അല്ല കേട്ടോ.